പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം പുതിയ ഈ കാര്യങ്ങളെ? ഒന്ന്, സംസ്ഥാന സർക്കാർ എത്രത്തോളം ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് തമിഴ്നാട് പുതിയ ഡാമും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്നുള്ള കാര്യങ്ങൾ, അത് വേറെ. എങ്ങനെ വിലയിരുത്താം നമുക്ക് നിലവിലെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വൈൽഡ് ഗൂസ് ചേസ് ആണ്. നമ്മളിപ്പോ സുപ്രീം കോടതി, പരമോന്നത കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തില് അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം, അതല്ലേ ചിന്തിക്കേണ്ടത്. സുപ്രീം കോടതി ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം 13 സുപ്രീം കോടതി പറഞ്ഞത് ഈ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയണം. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, കഴിഞ്ഞ വർഷം പറഞ്ഞതും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം പറഞ്ഞതും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വീണ്ടും വീണ്ടും സർവീത ചർവണം ചെയ്തിട്ട് എന്ത് കാര്യം? എന്താണ് കാരണം സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്? ഈ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം എന്താണ് പറയാനുള്ളത്? ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത്. പൊളിച്ചു നീക്കണ്ട, അവിടെ തന്നെ നിന്നോട്ടെ എന്നാണ് കേരള സർക്കാരിന് പറയാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ പറയട്ടെ. മനസ്സിലായോ? കേരള സർക്കാരിനെ കണ്ടിട്ടല്ലല്ലോ ഞാൻ കേസ് കൊടുത്തത്. ഞാൻ കേസ് കൊടുത്തത് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. സർക്കാർ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഞാൻ സുപ്രീം കോടതി വഴി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ ഇപ്പോ സർക്കാർ ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ എങ്ങനെ കംപ്ലൈ ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഡാം പൊളിച്ചു നീക്കണ്ട, ഡീകമ്മീഷൻ ചെയ്യണ്ട എന്നാണ് കേരള സർക്കാർ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ വന്ന് പറയട്ടെ. ഇവിടെ ഈ കേരള സർക്കാരിന്റെ മേലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, തമിഴ്നാട് സർക്കാരിന്റെ മേലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എല്ലാ സംവിധാനങ്ങൾക്കും മേലെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു ഗ്യാരണ്ടി തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭയം കൂടാതെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം. അത് ഒരാളുടെ അവകാശത്തെ ലംഘിച്ചാല് എൻറ്റയർ മിഷനറി, ഗവൺമെന്റൽ മിഷനറി ആ ആളുടെ കൂടെ നിൽക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയണത്. അപ്പൊ 4 കോടി ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയം. ഇത് 1924 തകർന്ന ഒരു ഡാമാണെന്നും കൂടി ചേർത്ത് വായിക്കണം. അന്ന് കേരളത്തിലെ പള്ളികളൊക്കെ നശിച്ചുപോയില്ലേ? ഇവിടുത്തെ സഭാപിതാക്കന്മാർക്കൊക്കെ അറിയാലോ. ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നായകന്മാർക്കൊക്കെ അതറിയാം. എത്ര അമ്പലങ്ങൾ ഒലിച്ചുപോയി, എത്ര മസ്ജിദുകൾ ഒലിച്ചുപോയി. അന്ന് ഓല കൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ മേഞ്ഞ പള്ളികളൊക്കെ ആയതുകൊണ്ട് സാമ്പത്തിക നഷ്ടം കുറവായിരുന്നു. പക്ഷെ എത്ര ആളുകൾ മരിച്ചുപോയി 1924. ഇത് ഭാഗികമായി മുല്ലപ്പെരിയാർ ഡാം തകർന്നപ്പോൾ ഉണ്ടായ കാര്യമാണ്. ഇതാണ് 99 വെള്ളപ്പൊക്കമെന്ന് മലയാള വേരയിൽ പറയുന്നത്. അപ്പൊ ഇനിയൊരു തകർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഡാമിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ചെറുതും വലുതുമായ ഫാക്ടറികളുണ്ട്. അന്നത്തെ കെട്ടിടങ്ങളും സംശയങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഇത് വളരെ നമ്മുടെ നാട് മാറിയില്ലേ? ഒരു എയർപോർട്ട് ഇതിന്റെ അടിയിലില്ലേ? അങ്ങനെ എത്ര സ്ഥാപനങ്ങളുണ്ട്. ഈ 1 ലക്ഷത്തോളം ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആയിരക്കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറീസ് ആണെന്ന് ഓർക്കണം. ഈ കെമിക്കൽ ഫാക്ടറീസിൽ ഈഥേൻ, ബെൻസീൻ, മീഥേൻ ഇങ്ങനെ കുറെയുള്ള വിഷവാതകങ്ങളുണ്ട്. ഇതിൽ ഒരു ഫാക്ടറി എങ്ങാനും തകർന്നാൽ കേരളത്തിലെ ഈ 4 കോടി ജനങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ സമസ്ത ജീവജാലങ്ങളും ഭോപ്പാൽ ട്രാജഡി പോലെ വീഴത്തില്ലേ? ഭോപ്പാലിലെ അവസ്ഥയാണ് കേരളത്തിൽ. ഈ തിക്ലി പോപ്പുലേറ്റഡ് ആയ ഈ കേരളത്തിലും എല്ലാം കൊണ്ടും സമ്പന്നമായ കേരളത്തിൽ ഭോപ്പാലിന്റെ അവസ്ഥയൊന്നുമല്ലല്ലോ. നമുക്കുണ്ടാവുന്ന നഷ്ടം എന്തായിരിക്കും? ഇതൊരു ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ഒന്നുമല്ല. ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടേ അല്ല. അങ്ങോട്ട് ചർച്ച പോകരുത്. ഈ ചർച്ച മാത്രമല്ല, സർക്കാർ ചർച്ച ചെയ്താലും ആര് ചർച്ച ചെയ്താലും മീഡിയാസ് ചർച്ച ചെയ്താലും ഇതൊരു ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആയിട്ട് ചർച്ച ചെയ്യരുത്. ഇതൊരു ഡാം സേഫ്റ്റി ക്രൈസിസ് ആണ്. സുപ്രീം കോടതി വിലയിരുത്തിയത് ആ രീതിയിലാണ്. 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, അതും ഒരു മേസൺറി ഗ്രാവിറ്റി ഡാം എന്തിനു നിലനിർത്തണമെന്ന സുപ്രീം കോടതി ചോദിച്ചേക്കണത്. അതിന് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് 5-6 മാസമായില്ലേ? കേരള സർക്കാർ ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. കേരള സർക്കാർ ഇപ്പോ മിണ്ടുന്നത് എന്തിനാണ്? അനാവശ്യമായ കാര്യങ്ങൾ. ഒരു പ്രതിനിധിയെ മാറ്റി, ആ പ്രതിനിധി കേരളത്തിന്റേതല്ല, യുപിക്കാരനാണ്. യുപിക്കാരൻ പ്രതിനിധിയായ എന്താ കുഴപ്പം? ഞാൻ ഒരു കുഴപ്പം കാണുന്നില്ല. യുപിക്കാരൻ നമ്മുടെ കേരളത്തിന്റെ നേരത്തെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ, ജസ്റ്റിസ് KT തോമസ്. അദ്ദേഹത്തെ പോലെ പെരുമാറാതിരുന്നാൽ മതി. യുപിക്കാരൻ നിഷ്പക്ഷമായിട്ടും നീതിയായിട്ടും
പക്ഷപാതം ഇല്ലാതെയും പെരുമാറാൻ കഴിഞ്ഞാൽ ആ പ്രതിനിധിയെ കൊണ്ട് എന്താ കേരളത്തിന് പ്രശ്നം? അതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ല. ഈ ഡാം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡാം സേഫ്റ്റി ക്രൈസിസ് ആണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. ഇത് ഈ വർഷക്കാലം നിൽക്കുമെന്നുള്ളത് ആർക്കാ ഗ്യാരണ്ടി പറയാൻ പറ്റുക? ഇതുപോലെ ഒരു വർഷക്കാലത്താണ് ഇത് ഭാഗികമായി 1924 തകർന്നത്. അന്ന് നമുക്കറിയാം, അതിന് ചരിത്രമൊക്കെ അറിയാം. വീണ്ടും വീണ്ടും ഇത് പറയേണ്ട കാര്യമില്ല. അതിന്റെ ഒരു വലിയ കൺസേൺ ആയതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞു പോയത്. അപ്പൊ ഈ വർഷം എങ്ങനെ അതിജീവിക്കും? പിന്നെ ഈ സർക്കാരിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? 2018 പ്രളയം എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഒരു സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ ഒരു പരിഗണനയും കൊടുക്കാതെ, ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ ഒരു സർക്കാർ രാത്രി ജനങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എല്ലാ ഡാമും നിറച്ചു വെച്ചിട്ട് തുറന്നു വിട്ടുണ്ടാക്കിയ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നാണ് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത്. ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഇപ്പൊ ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേരള ഹൈക്കോടതിയുടെ രേഖയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ പ്രതിപക്ഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആ പ്രതിപക്ഷമാണല്ലോ ഇവിടെ പറയുന്നത്. അവരതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ എന്താ തോന്നുന്നത്? ദർ ഈസ് ആൻ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ഓൾ ദ പൊളിറ്റീഷ്യൻസ് ഇൻ കേരള. അങ്ങനെയല്ല മനസ്സിലാവുള്ളൂ. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു നേതാവും ഇല്ല, ഒരു മന്ത്രിയും ഇല്ല, ഒരു തന്ത്രിയും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവണം. ഈ ജനം നമ്മൾ നേപ്പാളിൽ കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ്, ഇങ്ങനത്തെ ഒരു ഭരണ സംവിധാനം നേപ്പാളിലെ ജനങ്ങൾ വേണ്ടാന്ന് വെച്ചത് കണ്ടില്ലേ? ഞാൻ അതുപോലെ ചെയ്യണമെന്നൊന്നുമല്ല പറയേണ്ടത്, പക്ഷെ അതുപോലെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇതൊരു ഡാം സേഫ്റ്റി ക്രൈസിസ് ആണ്. പക്ഷെ അങ്ങേക്ക് തന്നെ അറിയാം ഇത് അതിനും അപ്പുറത്ത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന രാഷ്ട്രീയം എന്തൊക്കെയാണ് എന്നുള്ളത്. ഡാം സേഫ്റ്റി ക്രൈസിസ് മാത്രമായിട്ട് ഇതിനെ കണ്ടിരുന്നുവെങ്കിൽ ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈ പ്രശ്നം ഇല്ലാതാകുമായിരുന്നു. പക്ഷേ കാണുന്നത് അങ്ങനെയേ അല്ല എന്നുള്ള ഒരു വസ്തുത ഇതിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടുത്ത സൺഡേ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് അത് സംസാരിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കർഷക സംഘടനകളും അവിടുത്തെ കുറെ ബിഷപ്പുമാരും ശ്രീ വിജയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാന് രണ്ട് മുഖ്യമന്ത്രിമാരെയും നേരിൽ കാണാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. നമ്മള് എല്ലാ രീതിയിലും, കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ഒരാളെ ഏത് വൈക്കോ തുരുമ്പലും കയറി പിടിക്കുന്ന പറഞ്ഞ പോലെ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ ഈ വിഷയത്തിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ആയിട്ട് ഒരു ചർച്ചയ്ക്ക് പോകുന്നത്. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സംഘടനകളും, എല്ലാ സാമൂഹ്യ സംഘടനകളും, രാഷ്ട്രീയ സംഘടനകളും എല്ലാവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ അതിന് ഒരു അവസരം ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒന്നാമത് ഈ 80s ഇതിന് ഒരു ഹോളിസ്റ്റിക് എക്സാമിനേഷനും റിപ്പയറിംഗ് വർക്കും എല്ലാം നടന്നത് 80s. ആ 80s കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഈ ഡാം 100 അടിക്ക് താഴെ ഭയങ്കരമായിട്ടൊരു ബ്രേക്കേജ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഇത് 20 ഡിഗ്രി റിസർവോയർ സൈഡിലേക്ക് 20 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഡാം ഉള്ളതെന്ന് കണ്ടെത്തി. ഈ രണ്ട് കണ്ടെത്തലുകളും എംപവേർഡ് കമ്മിറ്റി നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസ് ഉണ്ടായിരുന്നു. ഈ എംപവേർഡ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് 300ഓളം സീഡികൾ ഇവര് ഉണ്ടാക്കിയെടുത്തായിരുന്നു. 300ഓളം. എന്നിട്ട് 10ഓ 12ഓ സീഡികൾ മാത്രമാണ് സുപ്രീം കോടതി വന്നത്. ബാക്കിയുള്ള സീഡികൾക്ക് എന്ത് സംഭവിച്ചു? ബാക്കിയുള്ള സീഡികളൊന്നും സുപ്രീം കോടതി കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റാതിരുന്നത് എന്താണ്? അപ്പൊ അവിടെ മാനിപ്പുലേഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ PMF ഫിക്സേഷൻ, പ്രോബബിൾ മാക്സിമം ഫ്ലഡ് എന്നാണ് PMFന്റെ ഫുൾ ഫോം. PMF ഫിക്സേഷൻ അമേരിക്കയിൽ ചെയ്യുന്നത് 10,000 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുത്തിട്ടാണ്, അവൈലബിൾ ഫ്ലഡ് ഡാറ്റ. അതുപോലെ UK-യിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ആണെങ്കിൽ 1000 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുത്തിട്ടാണ്.
നമ്മുടെ ഇവിടെ ഒരു 100 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുക്കാമായിരുന്നല്ലോ. 100 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുത്തിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 1924 ഫ്ലഡ് വരുമായിരുന്നു. ആ ഫ്ലഡ് വരുമ്പോ ഈ PMF ഫിക്സേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. കാരണം എന്ന് വെച്ചാൽ എൻറ്റയർ ഡാം സ്ട്രക്ചർ മാറേണ്ടി വരും. ഡാമിന്റെ പൊക്കം കൂട്ടേണ്ടി വരും, നീളം കൂട്ടേണ്ടി വരും, സ്ട്രക്ചറേ മാറ്റേണ്ടി വരും. അതായത് ഒരു പുതിയൊരു ഡാം നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഈ ഡാമിന്റെ മുകളിൽ ഫ്രീ ബോർഡ് വേണമെന്നുള്ളത് സയൻസ് ആണ്. ഫ്രീ ബോർഡിന് പകരം പാരപ്പറ്റ് വാള് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഫ്രീ ബോർഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പാരപ്പറ്റ് വാള് വരില്ല. അത് സയൻസ് ആണ്. അങ്ങനെ നഗ്നമായ, അതായത് ഈ ഒരു അന്നത്തെ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു ഫേക്കാണ്, മാനിപ്പുലേറ്റഡ് ആണ്, അൺസയന്റിഫിക് ആണ് എന്ന് എല്ലാ തെളിവുകൾ സഹിതം ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്റെ കേസിൽ. അതുപോലെ തന്നെ 240 ഭൂകമ്പങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണിത്. ഇവിടെ 1900 റിക്ടർ സ്കെയില് 6.1 വരുന്ന ഭൂകമ്പമുണ്ടായി. കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭൂകമ്പമാണ്. പൊള്ളാച്ചി, കോയമ്പത്തൂർ ആ മേഖലകൾ മുഴുവൻ, പാലക്കാട്, ഇവിടെ കൊച്ചിയിൽ വരെ അതിന്റെ അലയൊലികളുണ്ടായി. അപ്പൊ 6.1 വരുന്ന ഭൂകമ്പമാണ്. ആ ഭൂകമ്പം നല്ലേപ്പള്ളി, പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ നല്ലേപ്പള്ളി പ്രഭവ കേന്ദ്രമായിട്ടാണ് ആ ഭൂകമ്പം ഉണ്ടായത്. അത് റിപ്പീറ്റ് ചെയ്യപ്പെടാൻ ഇത് 2026 4 വർഷത്തിനുള്ളിൽ ഈ ഭൂകമ്പം റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സിസ്മോളജിസ്റ്റുകൾ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ 240 ട്രമേഴ്സ് ഭൂകമ്പങ്ങളുടെ ലിസ്റ്റില് ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായത് 4.1 റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് വരുന്നതാണ്. അത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മളിവിടെ ഈ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ശരി ശരി ശരി. അങ്ങ് തീർച്ചയായിട്ടും അങ്ങയുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ എന്താണെങ്കിലും ഞങ്ങളും കൂടെയുണ്ട് എന്നുള്ളത് അങ്ങേ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനമായി അഡ്രസ് ചെയ്യേണ്ട ലോകരാഷ്ട്രങ്ങൾ വരെ ഇതിനെക്കുറിച്ച്, മാധ്യമങ്ങൾ വരെ എഴുതിയതാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു അണക്കെട്ടാണ് എന്നുള്ളത്. എന്താണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളും അങ്ങയുടെ കൂടെ ഈ ശ്രമങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് അങ്ങയോട് അറിയിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്.